ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പുഡിങ്ങിൻ്റെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാലില്ലേ, നമ്മൾ പുഡിങ്ങിൻ്റെ ഫുൾ മെഷർമെൻറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഡിങ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 3 തരം പുഡിങ്ങാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളവും സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇളനീരെടുത്തിട്ട് ഇനി ഇതിൻ്റെ കാമ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാമ്പെടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓർഡർ വന്നിട്ടുള്ളത് പൊണ്ടത്തിൻ്റെ പുഡിങ്ങും അതുപോലെ എന്താ പറയുക ചിക്കു പുഡിങ്ങും. പിന്നെ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കോഫി പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 3 തരം പുഡിങ്ങെന്ന് ചിക്കു പുഡിങ് 2 ട്രേയും പൊണ്ടത്തിൻ്റെ പുഡിങ് 1 ട്രേയും പിന്നെ കോഫി പുഡിങ് 1 ട്രേ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 4 ഞാനിപ്പോൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. 2 ഇളനീരിൻ്റെ വെള്ളവും 2 ഇളനീരിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് പീസസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും കൂടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ചിക്കു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കാമ്പ് മാത്രം ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ചിക്കു പുഡിങ് ഉണ്ടാക്കുമ്പം ചിക്കുവിൻ്റെ തൊലി കളഞ്ഞിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയുക ഞാൻ 2-3 വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു തൊലി കളയാതെ അതുപോലെ തന്നെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാമെന്നേ. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത് കുറച്ച് ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊലിയോട് കൂടിയിട്ട് അടിക്കുകയല്ല അങ്ങനെ. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ മൊത്തത്തിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇളനീരിൻ്റെ കാമ്പില്ലേ, അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറേശ്ശെ ഇളനീർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. കുറച്ച് ഒഴിച്ചു കൊടുത്ത് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇളനീർ വെള്ളത്തിൽ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ എപ്പോഴും പുഡിങ് ഉണ്ടാക്കി കൊടുക്കുമ്പം നമ്മൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനെന്ന് വെച്ചാൽ പുഡിങ് ഓർഡർ വന്നാൽ അതിൽ വെള്ളമോ അല്ലെങ്കിൽ പഞ്ചസാരയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. നല്ല എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാറാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളുടെ പുഡിങ് നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെന്താ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയും കേട്ടോ. എപ്പോഴും മിൽക്ക് മെയ്ഡ് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ അതേ മിക്സിയിലേക്ക് തന്നെ നമ്മുടെ എന്താ പറയുക ചിക്കു തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മൊത്തത്തിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ അതാ നല്ല കട്ടിക്ക് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ, അപ്പോൾ അരയാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ 2 അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രഷ് ആക്കിയ നമ്മുടെ പൊണ്ടത്തിൻ്റെ ക്രഷ് ആക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ചൈന ഗ്രാസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ 1 ട്രേ എന്ന് വെച്ചെങ്കിൽ എൻ്റെ ട്രേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റീലിൻ്റെ നമ്മുടെ എന്താ പറയുക കല്യാണത്തിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ട്രേ ആണ് കേട്ടോ. അതിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയതാണേ. അപ്പോൾ ആ ഒരു ട്രേ ആണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ 2 കവർ പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 500 ml അല്ല, 400
50 ml അങ്ങനെയുള്ള ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ 30 ml ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. 2 കവർ പാലിന് 30 ml ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ആദ്യം തന്നെ പൊണ്ടത്തിൻ്റെ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പൊണ്ടത്തിൻ്റെ വെള്ളം ചേർത്തിട്ട് ചൈന ഗ്രാസ് ഒന്ന് പുതിർത്തി വെക്കുന്നുണ്ട്. സാധാരണ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, പൊണ്ടത്തിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് പുതിർത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് 2 കവറ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചൂടാക്കി എടുക്കുന്നുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പൊണ്ട ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് നന്നായിട്ട് ഈ പാലിലേക്ക് തന്നെ നല്ല രീതിക്ക് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല പോലെ ഈ പാലൊന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എപ്പോഴും പാല് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ വെച്ചാൽ ആദ്യം ചൈന ഗ്രാസ് തിളച്ച് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ പാലിൻ്റെ അത് മിക്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ പാലിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ എന്താ പറയുക പൊണ്ടത്തിൻ്റെ മിക്സിയിൽ അരച്ച് വെച്ചാൽ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തിളക്കുന്ന ടൈമിൽ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊണ്ട ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊണ്ടത്തിൻ്റെ ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ അലിഞ്ഞ് പോകണം കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വിട്ട് കൊടുക്കാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്താ പറയുക, ചൈന ഗ്രാസും ഇതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആയിട്ട് എടുക്കണം. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായിട്ട് പോവും. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നൊരു പാത്രത്തിലേക്ക് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് തിന്നായിട്ടുള്ളതുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു 2 പാക്കറ്റ് പാല് പിടിക്കുന്ന അതുപോലുള്ളൊരു എന്താ പറയുക പുഡിംഗ് ട്രേ ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കവർ പാല് ഈ ഒരു ടിന്നിന് നന്നായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ട്രേയിലാക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. 2 ട്രേ ആണ് ഇത് എന്താ പറയുക പൊണ്ടത്തിൻ്റെ പുഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ട്രേയിലേക്ക് ആക്കിയിട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊണ്ടത്തിൻ്റെ പൾപ്പില്ലേ, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് മൊത്തത്തിലൊന്ന് വെതറി കൊടുക്കുക. അപ്പോൾ കുറച്ച് ചൂട് ആറിയ ശേഷമാണ് ഇതുപോലെ വെതറി കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ മൊത്തത്തിലും അടിയിൽ പോയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല പോലെ തണുക്കുന്ന ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് നടുവിലായിട്ടും മുകളിലായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പൊണ്ടത്തിൻ്റെ 2 ട്രേ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ 2 പാക്കറ്റ് കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ 2 ട്രേക്ക് വേണ്ടി 4 കവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 പാക്കറ്റ്. അപ്പോൾ മൊത്തത്തിൽ കിച്ചണൊക്കെ ഒന്ന് അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുക്കണം ഇത് കഴിഞ്ഞതിന് ശേഷം. ഇനി ഈ ഒരു ചൈന ഗ്രാസും കൂടി മെൽട്ടാക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ 2 കവറിന് 30 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 പാക്കറ്റ് പാലിന് 30 ഗ്രാം ചൈന ഗ്രാസ്, അതുപോലെ 4 പാക്കറ്റ് പാലിന് 60 ഗ്രാം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 3 പാക്കറ്റ് പാലെടുക്കുന്നുണ്ടെങ്കിൽ
അതിൽ നിന്നും നേരെ പകുതിയാക്കി അങ്ങനെ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ തിളച്ച് വരുമ്പം അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കുവിൻ്റെ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് തിളച്ചതും കൂടി മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് തിന്നായിട്ടുള്ള ട്രേ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം നിറഞ്ഞ് കിട്ടും കേട്ടോ ഈ ഒരു ട്രേയിലേക്ക്. മറ്റതിനെ പോലെ അല്ല, 2 പാക്കറ്റ് ആകുമ്പം ഇതിലേക്ക് നിറഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കൊട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്നട്ടിൻ്റെ പൊടിയായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുഡിങ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട് 2 കവറ്. ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കോഫി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെസ്കോഫി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് മെൽറ്റ് ചെയ്ത നമ്മുടെ ചൈന ഗ്രാസ് അല്ലേ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കോഫി പൗഡർ ഒന്ന് നല്ലപോലെ കുറുകി വരണം കേട്ടോ, മറ്റതുപോലെ അല്ല. അപ്പോൾ നല്ലപോലെ ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു തള പൊട്ടുന്ന ഒരു ടൈമില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊന്ന് ഓഫാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കോഫിയുടെ മണം വരുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ നമ്മൾ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഏത് പുഡിംഗ് ആയാലും അതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എയർ ബബിൾസ് വരും. അപ്പോൾ അത് എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെറിയ ട്രേയിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, മക്കൾക്ക് വേണമെങ്കിലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഓർഡർ വന്നാൽ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.